എന്നോട് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ധാരാളം പേരായി പറയുന്ന ഒരു ഫുൾ ഫേസുള്ള ഹെൽമെറ്റ് എടുക്കാൻ. അങ്ങനെ ഞാൻ നേരെ ഒരു ഫുൾ ഫേസുള്ള ഹെൽമെറ്റ് ഇപ്പോൾ പുതിയതായിട്ട് എടുത്തു. ഇത് വെഗയുടെ ഒരു മോഡലാണ്, ഫുൾ ബ്ലാക്കാണ് വരുന്നത്. ഇതാകുമ്പോൾ അത്യാവശ്യം കാണാനും ലുക്ക് ഉണ്ട്. ബാക്കിൽ ഇങ്ങനെ ടൈൽ പോലെയൊക്കെയുള്ള ഒരു ഹെൽമെറ്റാണ്. അധികം റേറ്റും വരുന്നില്ല. ഇതിന് ഏകദേശം ഒരു 1700 രൂപ അടുത്താണ് റേറ്റ് വരുന്നത്. ISI സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ഒരു നല്ലൊരു ഹെൽമെറ്റാണ്. ഇത് കാണാനും അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ വൈസർ എന്ന് പറയുന്നത് മറ്റേ മിറർ ടൈപ്പ് വൈസറാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് തന്നെ കാണാൻ പറ്റും. പിന്നെ സിംഗിൾ സ്ട്രാപ്പാണ് വരുന്നത്, ഡബിൾ സ്ട്രാപ്പൊന്നുമല്ല. ഇതിന് ആ ഒരു റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ഒരു ഫെസിലിറ്റീസൊക്കെ ഇതിൻ്റെ അകത്തുള്ളൂ. പക്ഷെ കാണാനൊക്കെ അത്യാവശ്യം നല്ല ഷോയാണ്. അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റിയൊക്കെ ഉണ്ട് ഈ ഹെൽമെറ്റിന്. ഞാൻ മെയിനായിട്ട് ഈ ഫുൾ ഫേസ് ഹെൽമെറ്റ് എടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചിന്നിൽ മൗണ്ട് ചെയ്തിട്ട് ക്യാമറ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത് പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഫുൾ ഫേസ് ഹെൽമെറ്റ് വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഹെൽമെറ്റ് ഹാഫ് ഫേസ് ആയതുകൊണ്ട് അതിലെന്തായാലും നമുക്കത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതിനാകപ്പാട് 220 രൂപയോളം വില വരുന്നുള്ളൂ. പക്ഷേ ഇത് ശരിക്കും ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോപ്രോയൊക്കെ വേണമെങ്കിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മൊബൈൽ മൗണ്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഈ ഒരു വലിയൊരു സാധനം ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഗോപ്രോയാണ് മൗണ്ട് ചെയ്യാനുള്ളതെങ്കിൽ നേരെ ഗോപ്രോൻ്റെ ആ സാധനം എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി ടൈറ്റ് ചെയ്താൽ മതിയാവും. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് എന്തായാലും ഇത് ഹെൽമെറ്റിലേക്ക് സെറ്റ് ചെയ്ത് നോക്കണം. ഇത് സ്ട്രാപ്പാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വലിപ്പം ചെറുതാക്കിയും വലുതാക്കിയൊക്കെ വെക്കാൻ സാധിക്കും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുത്തത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഒത്തിരി പേര് ധാരാളം അതിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ട് എടുത്തതാണ്. സാധനം വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ സ്ട്രാപ്പിനാണെങ്കിലും അതുപോലെ തന്നെ ഈ റബ്ബർ ബുഷിനൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കിതുപോലെ ചിന്നിൽ മൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവത്തിൽ സെറ്റ് ചെയ്യേണ്ടത്. അത്യാവശ്യം ഇത്തിരി വലിപ്പം പോലെ തോന്നുമെങ്കിലും വലിയ കുഴപ്പമില്ല. നമുക്കിപ്പോൾ റോട്ടിലേക്കൊക്കെ പോകുമ്പോൾ മൊബൈലൊക്കെ വെച്ച് എപ്പോഴും നമുക്കതുപോലെ എടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വണ്ടിയൊക്കെ നിർത്തി വ്ളോഗൊക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല ഉപകാരപ്പെടുന്നൊരു പ്രൊഡക്റ്റാണിത്. നമുക്കെന്തായാലും സെറ്റ് ചെയ്തെടുക്കാം. ഇതൊരു പ്രസ് ബട്ടൺ പോലത്തെ ഒരു സംഭവത്തിൽ കൂടിയാണ് ഇത് കയറ്റുന്നത്. എന്നിട്ട് ടൈറ്റ് ചെയ്ത് നമുക്കത് ലോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. ഇതിങ്ങനെ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഒരു ലുക്കിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പം തോന്നുമെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ വിസിബിലിറ്റീനെ ബാധിക്കില്ല ഒരിക്കലും. കാരണം നമ്മുടെ കണ്ണിൻ്റെ നേരെ ഒരിക്കലും വരുന്നില്ല. നമുക്കിതിൻ്റെ ഡയറക്ഷൻ താഴത്തേക്ക് ആക്കണമെങ്കിൽ ആക്കാം, നേരെ വെക്കണമെങ്കിൽ വെക്കാം. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇതിൻ്റെ സംഭവം. ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വെച്ചെടുത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ബിൽഡ് ക്വാളിറ്റി എല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ചെസ്റ്റ് മൗണ്ടിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇതും വരുന്നത്. പക്ഷേ ഈ റബ്ബർ ബുഷ് മാത്രമാണ് അഡീഷണലായിട്ട് വരുന്നത്. നമുക്കപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രയൽ അടിച്ച് നോക്കാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചെടുത്തതാണ്. ഞാൻ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം ഞാൻ ഫോൺ അതിൻ്റെ അകത്ത് വെച്ച് എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉണ്ട്. നമ്മൾ ഇത്തിരി സ്പീഡിൽ ഓടിച്ചാലും ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത വിസിബിലിറ്റിയും എല്ലാം തന്നെ തരുന്നുണ്ട്. ഗോപ്രോയുടെ അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും ഈ ഒരു റേറ്റിന് ഈ ഒരു പ്രൊഡക്റ്റ് വെറുത്ത് തന്നെയാണ്. നിങ്ങൾ മേടിച്ചൊരു കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് ഇത് ഡാമേജ് വന്നു പോയാൽ നിങ്ങൾക്ക് ആകെ ഒരു 220 രൂപ മാത്രമേ നഷ്ടം വരുന്നുള്ളൂ. എന്നാലും നിങ്ങളൊരു ട്രിപ്പൊക്കെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വെറുത്ത് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിസിബിലിറ്റി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു ആംഗിളിലേക്ക് ഇരിക്കുന്നത്. ഇനി നമുക്ക് കഴിയുന്തോറും മുമ്പിലേക്ക് വീഡിയോ എടുക്കുന്തോറും നമുക്ക് കുറച്ചുകൂടി നന്നായിട്ടൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം വണ്ടി നമുക്ക് സ്പീഡിൽ ഓടിച്ചിട്ടാണെങ്കിലും ഇതിന് കാര്യമായിട്ടുള്ള ഷെയ്ക്കോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഒരു നല്ലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാനൊക്കെ സാധിക്കും. പിന്നെ ഇത് മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് വ്ളോഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആകും. കാരണം നിന്നൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ഇന്ന് വ്ളോഗ് ചെയ്യാം. അതുപോലെ ഫോക്കസ് ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. വൈഡ് ആംഗിളൊക്കെ ഇടുവാണെങ്കിൽ അത്യാവശ്യം ഫുൾ ഏരിയനെ കവർ ചെയ്തെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നമ്മൾ ഈ ചിന്നിൽ ഫോണൊക്കെ മൗണ്ട് ചെയ്തൊക്കെ ഓടിക്കുവാണെങ്കിൽ ചിലവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം. കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ കൂടിയൊക്കെ റൈഡ് ചെയ്തൊക്കെ പോകുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ കളിയാക്കലൊക്കെ കിട്ടുമോ വിചാരിക്കാം. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ആദ്യത്തെ ഒരിടക്ക് മാത്രമേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. ആദ്യം കുറച്ച് കളിയാക്കലൊക്കെ കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നല്ലതാണെങ്കിൽ അത് ഓക്കെ ആവും. ഞാനെന്തായാലും ഈ പ്രൊഡക്റ്റ് വെച്ച് പുറത്തേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തതിലൂടെ എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ചെസ്റ്റ് മൗണ്ട് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തത്.
അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റും കിട്ടി, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റുമാണിത്. പിന്നെ ഗോപ്രോയിലൊക്കെ പോലെ എക്സ്റ്റേണൽ മൈക്കൊക്കെ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കണമെന്നും കറക്റ്റായിട്ട് എടുക്കാനൊക്കെ സാധിക്കില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്നൊരു പ്രൊഡക്റ്റാണിത്. നിങ്ങൾക്കധികം റേറ്റ് ഒന്നും പോവാതെ അല്ലെങ്കിൽ അധികം എക്സ്പെൻസീവ് ആവാണ്ട് നിങ്ങൾക്കൊരു ക്യാമറ സെറ്റപ്പൊക്കെ വേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈലും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നല്ല രീതിക്ക് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ മൊത്തം ഞാൻ അതിൻ്റെ അകത്ത് എടുത്തതാണ്. യാതൊരുവിധ അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിനി ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ പ്രൊഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേറൊരാളുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ട്രിപ്പ് പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ ട്രിപ്പ് പോകുന്ന സമയത്ത് ധാരാളമായിട്ട് ഇതുപോലത്തെ നല്ല റോഡ് സീൻസൊക്കെ വരുമ്പോൾ എനിക്കിതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഗോപ്രോയോ അതുപോലത്തെ ക്യാമറ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ധാരാളം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിഷ്വൽസ് എനിക്ക് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ ആംഗിൾ ഇനി ഉള്ളതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് നമുക്ക് വീഡിയോസിനെ എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്യാമറ ആംഗിളാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഫോറസ്റ്റ് റൂട്ടിൽ കൂടിയൊക്കെയാണ് റൈഡ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഇതിലൂടെ പകർത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഈ മിററിൽ കൂടി നോക്കിയാൽ കാണാൻ പറ്റും. ഏകദേശം ഫോണും കൂടി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങളുടെ കയ്യിൽ അധികം എക്സ്പെൻസീവായിട്ട് ക്യാമറ സെറ്റപ്പ് ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിലൊരു നല്ല ഗോപ്രോ മേടിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരാണ്, നിങ്ങളുടെ കയ്യിലൊരു നല്ല ഫോൺ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കും, ഒറ്റക്കാണെങ്കിൽ കൂടി. നിങ്ങൾ ഓൺലൈനായിട്ട് ഏതെങ്കിലും ഒരു ആപ്പിൽ കയറിയിട്ട് ഹെൽമെറ്റ് മൊബൈൽ മൗണ്ട് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്ട്സ് തന്നെ ധാരാളം ലിങ്ക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത്യാവശ്യം റേറ്റിംഗ് നോക്കി നിങ്ങൾക്ക് എടുത്താൽ മതി.